നമസ്കാരം, എല്ലാവർക്കും മൈമഞ്ചർ PSC സ്വാഗതം. നമ്മളിന്ന് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. ഈ ഒറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി മാർക്ക് ഞങ്ങൾ നേടിത്തരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? ട്രാൻസ്പോർട്ട് വാഹനം ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട്. മോട്ടോർ സൈക്കിളാണോ, മോട്ടോർ കാറാണോ, പ്രൈവറ്റ് സർവീസ് വാഹനമാണോ, കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. അതായത് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രാൻസ്പോർട്ട് നമുക്കറിയാമല്ലോ, ആൾക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. അതിലിപ്പോൾ നമുക്കറിയാം മോട്ടോർ സൈക്കിളും മോട്ടോർ കാറൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ട്രാൻസ്പോർട്ട് വാഹനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനം? അതുപോലെ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഏതിൽ വരും എന്നാണ് പറയുന്നത്. നമുക്കറിയാം വാഹനങ്ങളെ പ്രധാനമായിട്ടും M കാറ്റഗറി, N കാറ്റഗറി, T കാറ്റഗറി അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ M കാറ്റഗറി നമുക്കറിയാം പാസഞ്ചേഴ്സാണ്, N കാറ്റഗറി അറിയാം ചരക്ക് വാഹനങ്ങളാണ്, T ആണെങ്കിൽ ട്രെയിലർ വാഹനങ്ങളാണ്. എമ്മിനെ നമുക്ക് M1, M2, M3 എന്നും അതുപോലെ തന്നെ M2G എന്നും M3G എന്നും ഓഫ് റോഡ് വെഹിക്കിൾക്ക് M2G എന്നും M3G എന്നും പറയും ഓഫ് റോഡ് വെഹിക്കിളിനെ. അതുപോലെ N1, N2, N3 ഒക്കെ ചരക്ക് വാഹനങ്ങൾ അല്ലേ, അതിൻ്റെ ഭാരത്തിനനുസരിച്ചാണ് നമുക്കതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ T1, T2, T3, T4 എന്ന രീതിയിൽ ട്രെയിലർ വാഹനങ്ങളെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികം യാത്രക്കാരെ കയറ്റാവുന്ന ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ അല്ലെങ്കിൽ 5000 കിലോഗ്രാമിൽ കൂടുതലുള്ള വാഹനങ്ങൾ. അപ്പോൾ അതിൽ കുറവുള്ള വാഹനങ്ങളാണെങ്കിൽ അത് M2 എന്നും അതിൽ കൂടുതലുള്ള വാഹനമായതുകൊണ്ട് ആൻസർ M3 എന്നും വരും. ആൻസർ ഏതാണ്? M3 എടുക്കാം നമുക്ക്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? എ ആണ് ആൻസർ, M3. 5 ടണ്ണിൽ കൂടുതലുള്ളത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഏകദേശം ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്, അതാണ് 365 ദിവസം. അപ്പോൾ പഠിച്ചോണം ഈ ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സെക്ഷൻ. നമുക്കെല്ലാവർക്കും അറിയാം ലേണേഴ്സ് ലൈസൻസ് അല്ലേ, ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി 6 മാസമാണ്. അതിനുശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് നോക്കുന്നത്. അപ്പോൾ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധിയാണ് 6 മാസം. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പുറകുവശത്തും എങ്ങനെ ആയിരിക്കണം? ചുവന്ന പ്രതലത്തിൽ വെള്ളയാണോ, അല്ലെങ്കിൽ വെള്ള പ്രതലത്തിൽ ചുവപ്പ് എല്ലാണോ? ഞാൻ ഓപ്ഷനുകൾ കൂടുതൽ വായിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓപ്ഷനുകൾ തെറ്റായ ഓപ്ഷനിലാണല്ലോ 3 അതുകൂടെ വായിച്ച് നമ്മുടെ തലയിലേക്ക് കയറുന്നത്. നിങ്ങൾ ഓപ്ഷനിലേക്ക് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നിങ്ങൾ ഓപ്ഷനിലേക്ക് ശ്രദ്ധിച്ച് ആൻസർ കണ്ടെത്തൂ ഈ ഒരു ചെറിയ ഇടവേളയിൽ. ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിൻവശത്തും എന്താകണം? വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം. ഈ പ്രതലം 18 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അല്ലാതെ L എന്ന അക്ഷരം 10 × 9 × 2 എന്ന് ഓർമ്മിക്കുക. ഓക്കെ ആണോ? 18 ആണ്. ഇനി ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം. ഈ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ എന്താണോ, പുതിയ ലൈസൻസ് ആണോ? നോക്കിയേ, ആൻസർ ഓപ്ഷൻ ബി ആണ്, പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. അപ്പോൾ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്, ഇത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് PSC കുറച്ച് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, PSC തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആൻസറുകളും ഉണ്ട്. കാരണം അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും അത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പേ അപേക്ഷിക്കണം? അപ്പോൾ ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പേ അപേക്ഷിക്കണം? നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ എത്ര ദിവസത്തിന് മുമ്പേ അപേക്ഷിക്കണമെന്ന് ചോദിച്ചാൽ ആൻസർ നോക്കി, ഇതാ ഓപ്ഷൻ നോക്കി, ആൻസർ ഓപ്ഷൻ ഡി ആണ്, 90 ദിവസം. 90 ദിവസമാണ് ആൻസർ, മറക്കരുത്, 90 ദിവസം.
അതുപോലെ തന്നെ വാഹനം ഒരു സ്ഥലത്ത് എത്ര മിനിറ്റിലധികം നിർത്തുന്നത് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. നമുക്കറിയാം എത്ര റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും എത്ര റെഗുലേഷൻസ് ഉണ്ട്? റെഗുലേഷൻസ് 40ഓളം റെഗുലേഷൻസ് ഉണ്ട്. അതിൽ 33 റെഗുലേഷനാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അമെൻമെൻറ്റിന് ശേഷം അത് 40 റെഗുലേഷനായി. ഈ 40 റെഗുലേഷനുകളിൽ നമുക്ക് 22ാമത്തെ റെഗുലേഷൻ പറയുന്നത് പാർക്കിങ്ങിനെ കുറിച്ചാണ്. പാർക്കിംഗ് പാടില്ലാത്തതും അതുപോലെ ഒരു സ്ഥലത്ത് എത്ര സമയത്തിനധികം പാർക്ക് ചെയ്താൽ അത് എത്ര സമയത്തിന് കൂടുതൽ നിർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആൻസർ 3 മിനിറ്റാണ്. ഒരു സ്ഥലത്ത് 3 മിനിറ്റിലധികം നിർത്തിയാൽ അത് പാർക്കിംഗ് ആയി കണക്കാക്കും. നോ പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ ഫൈനും ലഭിക്കും. അതാണ് 3 മിനിറ്റ് എന്ന് ഓർമ്മിക്കേണ്ടത്. അതുപോലെ ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും എത്ര മീറ്റർ മുമ്പിലും പുറകിലും വയ്ക്കണമെന്നാണ്. അപ്പോൾ ഒരു റിഫ്ലക്റ്റീവ് ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ റെഗുലേഷൻ 20 തുരങ്കവുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ. ഈ തുരങ്കത്തിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻ എന്തൊക്കെയാണ്? തുരങ്കത്തിൽ അവിടെ നിർത്താൻ പാടില്ല, യൂ ടേൺ എടുക്കാൻ പാടില്ല, റിവേഴ്സ് എടുക്കാൻ പാടില്ല, അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. ഓവർടേക്കിംഗ് പോലും പാടില്ല. അപ്പോൾ അവിടെ വെച്ച് വണ്ടി കംപ്ലൈൻ്റ് ആവുകയോ മറ്റോ ചെയ്താൽ എത്ര സമയത്തിനകത്ത് ഈ മീറ്ററിലും റിഫ്ലക്റ്റീവ് ത്രികോണം വയ്ക്കണമെന്ന് ചോദിച്ചാൽ ആൻസർ ബി 25 നിങ്ങൾ 20 പറയുമായിരിക്കും ഏതെങ്കിലും ബുക്കുകളൊക്കെ കണ്ടിട്ട്. പക്ഷേ ഇത് PSCയുടെ നമ്മുടെ സൈറ്റിൽ, മോട്ടോർ വെഹിക്കിൾ സൈറ്റിൽ ഉള്ള ആൻസറാണ് 25. 20 PSC കഴിഞ്ഞ പ്രാവശ്യം ആൻസർ കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് 25 മാറ്റുന്നു കേട്ടോ, ശ്രദ്ധിക്കണേ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം. അപ്പോൾ കുറഞ്ഞ ദൂരം എത്രയെന്നാണ് ചോദിച്ചത്. അത് 50 75 100 200 അത് 50 മീറ്ററാണ്. നമുക്കറിയാം എമർജൻസി വാഹനങ്ങൾ പ്രധാനമായിട്ടും ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട് തുടങ്ങിയ എമർജൻസി വാഹനങ്ങൾ പോകുമ്പോൾ ചിലരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ വാഹനത്തിന് തൊട്ട് പുറകെ ഇങ്ങനെ പോകുന്നതാണ്. ഈ വാഹനത്തിൻ്റെ പുറമേ പോകുമ്പോൾ എത്ര ദൂരം പാലിക്കണമെന്ന് ചോദിച്ചാൽ അത് 50 മീറ്റർ ദൂരം പാലിക്കണമെന്നാണ്. 50 മീറ്റർ ദൂരം പാലിക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 50 മീറ്റർ ദൂരം പാലിക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പെഡസ്ട്രിയൻ ക്രോസിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? നമുക്കറിയാം സീബ്രോ ക്രോസിംഗ് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് എത്ര ദൂരം മുന്നേ വാഹനങ്ങൾ നിർത്തണമെന്ന് ചോദിച്ചാൽ നമ്മൾ 2 1 5 10 ചോദിച്ചാൽ ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കാണും മുമ്പ് തന്നെ എത്ര മീറ്ററാണ്? 5 മീറ്റർ മുന്നേ വാഹനം നിർത്തണം. പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ 5 മീറ്റർ മുന്നേ വാഹനം നിർത്തേണ്ടതാണ് എന്ന് ഓർമ്മിക്കണം. അടുത്തത്, ചങ്ങലകൾ അല്ലെങ്കിൽ കാറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. നമുക്കറിയാം ഈ വാഹനം കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. നമുക്കറിയാം ഒരിക്കലും ഇരുചക്ര വാഹനങ്ങൾ കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളല്ലാത്ത വാഹനങ്ങൾ കെട്ടി വലിച്ചു കൊണ്ടുപോകുമ്പോൾ 2 വാഹനങ്ങൾ തമ്മിലുള്ള അകലം 5 മീറ്റർ കൂടാൻ പാടില്ല. 5 മീറ്റർ ഉണ്ടോ പരമാവധി ദൂരം 5 മീറ്റർ. അത് മാത്രമല്ല, ഇതിനെപ്പറ്റി പറയുന്ന വകുപ്പാണ് 30 പറയുന്നു. റെഗുലേഷൻ 30 വകുപ്പല്ല, റെഗുലേഷൻ 30. മാത്രമല്ല, ഈ കെട്ടിക്കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ മുന്നിലും പുറകിൽ കെട്ടി വലിക്കപ്പെട്ട വാഹനത്തിൻ്റെ പിന്നിലുമായി ഓൺ ടോ എന്ന് എഴുതി വെച്ചേക്കണം. ഓൺ ടോ. അതുപോലെ തന്നെ ഈ കെട്ടി വലിക്കുന്ന എന്താണെങ്കിലും അത് കാണുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുകൂടെ നമ്മൾ അറിയുക. അപ്പോൾ അത് സെക്ഷൻ ആൻസർ എന്താണ്? 5 മീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലേഷൻ 30 ക്ലിയർ ആണോ? റെഗുലേഷൻ 40 വരെയുണ്ട്. അതിൽ 30ാമത്തെ റെഗുലേഷനാണ് ഞാൻ പറഞ്ഞത്. 20 നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് 20ാമത്തെ? ഞാൻ റെഗുലേഷൻ കൂടെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. റെഗുലേഷൻ 20 എന്താണ്? 20 തുരങ്കം. 22 എന്താണ്? പാർക്കിംഗ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അടുത്ത് നോക്കി, എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം. നമ്മളിതിൽ സാധാരണ നോക്കി എമർജൻസി വാഹനങ്ങൾ ഏതാണ് മുൻഗണനാക്രമം എന്ന് പറയുന്നത്? ആംബുലൻസ്, ഫയർ സർവീസ്, പോലീസാണോ? പോലീസ്, ആംബുലൻസ്, ഫയർ ആംബുലൻസ് ആണോ? ഏതാണ് വരുന്നത്? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി ഫയർ ഫോഴ്സിന് തന്നെയാണ്. ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ് ആണ് എമർജൻസി വാഹനങ്ങളുടെ മുൻഗണന എന്ന് ഓർമ്മിക്കേണ്ടത്. അടുത്തത്, ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങൾ. അപ്പോൾ ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്? ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോവുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റുക, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് ഓടിക്കുന്നു, അതേപോലെ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു, ഗുഡ്സ് വാഹനങ്ങൾ അമിത, ഇതെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം തന്നെയാണ് എന്നറിയുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം.
കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഉള്ള പ്രസ്താവനകളിൽ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത 50 സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 50 ഇതിലേതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ഇതെന്താണ്? രണ്ടും ശരിയാണല്ലേ? അല്ല, ഒന്നും ശരി, രണ്ടും ശരി എന്ന് ഓപ്ഷൻ എടുക്കാം. സ്കൂൾ ബസ്സുകളുടെ വേഗത 50, സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത എത്രയാണ്? 50 തന്നെയാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കാം. അടുത്തത്, കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധിയെ സംബന്ധിച്ച് ശരിയും തെറ്റും കണ്ടെത്തുക. 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110, അതുപോലെ ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത 80. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം എന്നത് 1 തെറ്റാണ് കേട്ടോ. അതുപോലെ 2 ശരിയാണ്. അപ്പോൾ 1 തെറ്റും 2 ശരിയും എന്നുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. എന്താണ്? 1 തെറ്റ് 2 ശരി. ആ ഓപ്ഷനിലേക്ക് പോകാം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ULW ഒന്ന് നോക്കിയേ. ULW എന്താണെന്ന് ചോദിച്ചാൽ അൺലാഡൻ വെയിറ്റ് എന്നാണ്. അൺലാഡൻ വെയിറ്റ്, വിട്ടല്ല വെയിറ്റ് ആണ്. അൺലാഡൻ വെയിറ്റ് ആണ്. അൺലാഡൻ വിട്ടല്ല, അൺലാഡൻ വെയിറ്റ്. അതുപോലെ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ എന്താണ്? അപ്പോൾ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ അറിയപ്പെടുന്നത് എന്താണ്? എളുപ്പമാണ്. പെർമിറ്റ് ആണ് ആൻസർ. പെർമിറ്റ്. അപ്പോൾ അല്ലേ, റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പെർമിറ്റ് എന്നറിയുക. അപ്പോൾ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ അറിയപ്പെടുന്നത് പെർമിറ്റ് എന്നാണ്. പെർമിറ്റ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണ്? അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ഒരു കുട്ടി ഓടിച്ചാൽ, കണ്ടോ, വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവിൽ 25,000 രൂപയും കിട്ടാം. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് അയോഗ്യത. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 2000 പ്രകാരം ശിക്ഷാ നടപടി. അപ്പോൾ എന്തൊക്കെയാണ് നോക്കി? ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വരും? ഒന്നാമത്തെ ശരിയാണ്. വാഹന ഉടമസ്ഥനോ അല്ലെങ്കിൽ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപയും കിട്ടും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കപ്പെടും. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ്. എല്ലാം ശരിയാണ് ആൻസർ. എല്ലാം ശരി. നന്നായിട്ട് പഠിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ വരും. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്കുപറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. കണ്ടോ, ബാലു നടന്നു പോയപ്പോൾ ഒരാൾ ആക്സിഡൻറ്റിൽ അവിടെ കിടക്കുന്നു. അയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ ബാലു എന്ന് പറഞ്ഞ വ്യക്തി ഗുഡ് സമരിത്തനാണ്. ഗുഡ് സമരിത്തൻ എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ആളെ രക്ഷിക്കുന്ന ആളാണ് ഗുഡ് സമരിത്തൻ. ഇത് 134A പറയുന്നു. സെക്ഷൻ 134A പറയുന്നു. അവിടെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ചോദിച്ചാൽ, ബാലു എന്നാരാണ് ഗുഡ് സമരിത്തൻ? ഗുഡ് സമരിത്തൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടി അല്ലാതെ, അയാളുടെ ബന്ധു അല്ലാതെ വേണം ഒരാളെ സഹായിക്കാൻ. ഇപ്പോൾ പോലീസ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടിയാണ്. ബന്ധു എടുത്താൽ ബന്ധുവായതുകൊണ്ട് എടുത്തു. പക്ഷേ ഇതൊന്നുമല്ലാതെ, ഒരു ബന്ധവുമില്ലാതെ ഒരാളെ രക്ഷിക്കുന്ന ആളാണ് ഗുഡ് സമരിത്തൻ. ഇത് 168ഉം 169ലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റൂള് 168ഉം 169ലും വ്യക്തമായിട്ട് പറയുന്നത് ഗുഡ് സമരിത്തൻ്റെ അവകാശങ്ങളും ഗുഡ് സമരിത്തനെ വിസ്തരിക്കുന്നതും. അവിടെ നോക്കാം, തൻ്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണ്ട. ഗുഡ് സമരിത്തൻ നിർബന്ധമായും കൊടുക്കണ്ട. പരിക്ക് പറ്റിയ ആളുടെ വിവരം ആദ്യ ചികിത്സാ ചെലവുകൾ വഹിക്കണം. വേണ്ട, ഒരു ചികിത്സാ ചെലവും വഹിക്കണ്ട. കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണ്ട. ഗുഡ് സമരിത്തനായ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. അപ്പം 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി. ഗുഡ് സമരിത്തനെ ഒരു കാരണവശാലും പോലീസോ ആശുപത്രി അധികൃതരോ ആരും തന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അയാളെ പോകാൻ അനുവദിക്കുക. അയാൾ സ്വമേധയാ വിവരങ്ങൾ നൽകിയാൽ മാത്രം അയാൾ പറയുന്ന സ്ഥലത്ത് പോയി മൊഴിയെടുക്കാം. അല്ലാതെ അയാളെ ബുദ്ധിമുട്ടിക്കരുത്. അതാണ് ഗുഡ് സമരിത്തൻ്റെ അവകാശം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു.
അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ അപ്പോൾ അവർ ആ കേസിൽ സാക്ഷിയാകാൻ സമ്മതിച്ചു. അപ്പോൾ അവരാരാണ്? ഗുഡ് സമരിറ്റൻ അല്ലേ? ആണ്. പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് ശരിയാണ്. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അതും ശരിയാണ്. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. ശരിയാണ്. ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായും വിളിപ്പിക്കണം. തെറ്റാണ്. 1, 2, 3 ശരി എന്ന ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. 1, 2, 3 ഗുഡ് സമരിറ്റൻ നന്നായിട്ട് പഠിച്ചോളുക, ചോദിക്കും. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം ഏതാണ്? NHAI നമുക്കറിയാം. നാഷണൽ ഹൈവേയിലെ ടോൾ പിരിക്കുന്ന സംവിധാനം ഏതാ? എല്ലാവർക്കും അറിയാം, ഫാസ്ടാഗാണ് അല്ലേ? ഫാസ്ടാഗ് അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഫാസ്ടാഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത് എന്താണ്? അപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ച് ഇതിലെന്താണ് കുറ്റമാകുന്നത്? നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത് കുറ്റമാണ്. അപകടകരമായി വാഹനം ഓടിക്കുന്നത് കുറ്റമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റമാണ്. ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നതും കുറ്റമാണ്. അപ്പോൾ അതിനർത്ഥം എല്ലാം എന്താണ്? കുറ്റമാണ് എന്നറിയുക. അവിടെ എന്താണ്? 1, 2, 3 പിഴ മാത്രം അടയ്ക്കേണ്ട കുറ്റം. 1, 2, 3, 4 ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാവുന്ന കുറ്റം. 3 മാത്രം ലൈസൻസ് ചെയ്യപ്പെടേണ്ട കുറ്റം. 4 പിഴ മാത്രം. അപ്പോൾ അവിടെ 1, 2, 3, 4 എല്ലാം ലൈസൻസ് റദ്ദ് എന്നൊരു വാക്കുണ്ട് കേട്ടോ. റദ്ദ് ചെയ്യപ്പെടാവുന്ന കുറ്റങ്ങളാണ് എല്ലാം ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാവുന്ന കുറ്റമാണെന്ന് അറിയുക. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം. അപ്പോൾ ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം. അവർക്ക് ഇലക്ട്രോണിക്കിലൂടെ അയച്ചു കൊടുക്കാം. ഏതൊക്കെയാണ്? 1 ശരിയും പരിവാഹൻ, പരിവാഹൻ ശരിയാണ്. ഡിജി ലോക്കർ ശരിയാണ്. പിന്നെ SMS വാട്സപ്പ് ഒന്നുമില്ല. അവിടെ 1, 2 ശരി വരുന്നത് കേട്ടോ. 1, 2 ശരി എന്ന ഓപ്ഷൻ എടുക്കാം. 1, 2 ശരി. അടുത്ത ക്വസ്റ്റ്യൻ, VLTD എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? VLTD ഞാൻ ഓപ്ഷൻ എല്ലാം വായിക്കുന്നില്ല. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്ന് ഓർമ്മിക്കുക. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. അടുത്തത്, സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ എന്താണ്? സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിനും വേണ്ടതാണ്. ഇൻ്റർ സ്റ്റേറ്റ് ബസ്സിന് വേണ്ടതാണ്. അതുപോലെ അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ്. ഇൻ്റർ സ്റ്റേറ്റ് ടാങ്കറുകൾക്ക് വേണ്ടതാണ്. ഇവിടെ ആൻസർ സ്പാർക്ക് അറസ്റ്ററൊക്കെയാണ്. സ്പാർക്ക് അറസ്റ്റർ നമ്മൾ എന്താണ് വേണ്ടത്? അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്കാണ് വേണ്ടത് കേട്ടോ. ഓപ്ഷൻ C ആണ് ആൻസർ. അപായകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടത്. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം ഇതിലേതൊക്കെയാണെന്ന് നമുക്കിതിൽ കറക്റ്റായിട്ടുള്ള നോക്കാം. സിറ്റി ലൈം ഗ്രീൻ ആണോ? മോർഫ്യൂസിൽ ഡീപ്പ് സ്കൈ ബ്ലൂ ആണോ? ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക് ആണോ? അതുപോലെ ഓപ്ഷൻ എ ഡീപ്പ് സ്കൈ ബ്ലൂ ആണോ? മോർഫ്യൂസിലാണോ? ഏതാണെന്ന് നോക്കാം. ഇതിലാണ് ആൻസർ ഓപ്ഷൻ B ആണ് ആൻസർ. സിറ്റി ലൈം ഗ്രീന്, മോർഫ്യൂസിൽ ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. ഇതാണ് ഇതിൻ്റെ ശരി ഉത്തരം. അടുത്ത ദിവസത്തിലേക്ക് പോകാം. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? അപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം 15 വർഷമാണ് അല്ലേ? 15 വർഷമാണ് ആൻസർ. ഓപ്ഷൻ C ആണ്. ഞാൻ തെറ്റായ ഓപ്ഷൻ വായിക്കാത്തതാണ് കേട്ടോ. അടുത്തത്, ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയിൽ വരും? അപ്പോൾ ഗുഡ്സ് വാഹനം, ചരക്ക് വാഹനം എന്ന് പറഞ്ഞാൽ തന്നെ N കാറ്റഗറിയാണ്. അതിൽ N1, N2, N3യിൽ 12 ടണ്ണിന് മുകളിലായാലാണ് മാക്സിമം. 12,000 കിലോഗ്രാം 12 ടണ്ണിന് മുകളിലാണെങ്കിൽ ആൻസർ N3 ആണ്. കാറ്റഗറി N3യിൽ വരും. ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? അപ്പോൾ ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ജോയിൻ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലെങ്കിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, മോട്ടോർ വെഹിക്കിൾ. ഞാൻ വായിക്കുന്നില്ല ബാക്കി. അപ്പോൾ RTO നമുക്ക് എല്ലാവർക്കും അറിയാം. RTO എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ.
അപ്പോൾ ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി ആരാണ്? RTO അല്ലേ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. ഓക്കെ, താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിനാണ് പെർമിറ്റിൻ്റെ ആവശ്യകത ഇല്ലാത്തത്? നമുക്കറിയാം പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര പരിധി ഉള്ളതാണല്ലോ പെർമിറ്റ്. അപ്പോൾ അവിടെ സ്റ്റേജ് കാരേജ് ആണോ, ആംബുലൻസ് ആണോ, കോൺട്രാക്ട് കാരേജ് ആണോ, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ആണോ? ഇതിൽ പെർമിറ്റ് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് തന്നെ അറിയാം, നോക്കി എമർജൻസി വാഹനമായ ആംബുലൻസ് തന്നെയാണ്. ആംബുലൻസിന് പെർമിറ്റ് ഉണ്ടോ? പെർമിറ്റ് വേണോ? കാരണം എന്താ, അതിന് ഏത് അധികാര പരിധിയിലേക്കും വളരെ എമർജൻസി ആയിട്ട് പോകാൻ പറ്റുന്ന വാഹനമാണ് ആംബുലൻസ്. അപ്പോൾ ആംബുലൻസ് തന്നെ എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവന എന്നാണ്. അതായത് ഒരു മോട്ടോർ വാഹനം കാരേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. ശരി. പുറകോട്ടെടുക്കുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കണം. ശരിയാണ്. മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. തെറ്റ്. ചെയ്യാൻ പാടുണ്ടോ? വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനത്തിൽ പിടിക്കാൻ പാടുണ്ടോ? പിടിക്കാൻ പാടില്ല. അപ്പോൾ സി തെറ്റാണ്. വാഹനത്തിൽ ഉച്ചത്തിലുള്ള മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തെറ്റാണ്. കാരണം അവിടെ എന്താണ്? ഒരു വാഹനത്തിലും പിടിക്കുവാൻ പാടില്ല. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അപ്പോൾ തുരങ്കം, നമുക്കറിയാം തുരങ്കത്തെ പഠിച്ച് പറയുന്ന റെഗുലേഷൻ ഏതാ? 20. അതിലൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താ? മറ്റു വാഹനങ്ങളെ മറികടക്കുക, U-ടേൺ എടുക്കുക, പുറകോട്ട് ഓടിക്കുക, ഇവയില്ല. എന്താണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ. മറ്റു വാഹനങ്ങൾ മറികടക്കാൻ പാടില്ല, U-ടേൺ എടുക്കാൻ പാടില്ല, പുറകോട്ട് ഓടിക്കാൻ പാടില്ല. ഇതെല്ലാമാണ് ഒരു ഡ്രൈവർ തുരങ്കത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. റെഗുലേഷൻ 20 പറയുന്നുണ്ട്. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗം 25 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ്. അടുത്തത്, അത് പറ്റുമോ? ഒരു ഇരുചക്ര വാഹനം ഒരിക്കലും മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാൻ പാടില്ല. തെറ്റ്. കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം 5 മീറ്ററിൽ കൂടാൻ പാടില്ല. ശരിയാണ്. കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ മറ്റ് റോഡ് ഉപയോഗിക്കുന്നവർക്ക് സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നതായിരിക്കണം. അപ്പോൾ അതിൽ തെറ്റായത് ഏതാണ്? ബി ആണ് തെറ്റായത്. ഓർമ്മിക്കുക, എന്താണ്? ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാൻ പാടില്ല. ഓപ്ഷൻ ബി ആണ് തെറ്റായത്. ഓർമ്മിക്കുക, ഇത് 30ാമത്തെ റെഗുലേഷനിൽ പറയുന്നുണ്ട്. അടുത്തത്, നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വാഹനം നിർത്താതെ ഓടിച്ചു പോകണോ? പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അതല്ലേ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയുള്ളതൊന്നും വരില്ല. കണ്ടോ? അപ്പോൾ കറക്റ്റാണ് ബി. പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും വേണം. ഇനി താഴെ പറയുന്നതിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഏത്? എമർജൻസി വാഹനം അല്ലാത്തത് അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ എഞ്ചിൻ, ഇവയെല്ലാം. അവിടെ നോക്കാം, ഈ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനം എമർജൻസി വാഹനമൊന്നുമല്ല. എമർജൻസി വാഹനം ആംബുലൻസ്, ഫയർ എഞ്ചിൻ, പോലീസ് തുടങ്ങിയവയൊക്കെയാണ് ഈ എമർജൻസി വാഹനങ്ങൾ. ആൻസർ എ ആണ് കേട്ടോ. ആൻസർ. താഴെ പറയുന്നതിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? അപ്പോൾ അതിൽ റിയർ വ്യൂ മിററുണ്ട്, ഹെഡ്ലൈറ്റ് സ്വിച്ച് ഉണ്ട്, വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച് ഉണ്ട്. ഇതൊക്കെ ഒരു വാഹനം ഓടിക്കുന്നതിന് സഹായകരമായ വസ്തുക്കൾ തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താണ്? 1, 2, 3 ശരി തന്നെയാണ്. അപ്പോൾ എ, ബി ആൻഡ് സി ഇവയെല്ലാമാണ് ആൻസർ. അടുത്തത്, ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ, തടസ്സങ്ങളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു അപകടം ഒഴിവാക്കുന്നത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ കണ്ടോ, അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറഞ്ഞ പേര്. അപ്പോൾ നേരത്തെ ഒരു അപകടം കണ്ടെത്തി ഡ്രൈവർ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ആ രീതിക്ക് പറഞ്ഞ പേരാണ് IPD. IP ഐഡൻറ്റിഫൈ, പ്രെഡിക്റ്റ്, അല്ലെ, ഡിസൈഡ്, എക്സിക്യൂട്ട്, ഇതൊക്കെയാണ് വരുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഓക്കെ, അതാണ് IPD എന്ന് ഓർമ്മിക്കുക. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാർ. അപ്പോൾ ഒരു ചരക്ക് വാഹനത്തിൽ അധിക ഭാരം കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണോ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണോ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണോ, എക്സൈസ് അല്ലെ സർക്കിൾ ഇൻസ്പെക്ടറാണോ? അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇവിടെ ഉള്ളതിൽ ആര് തന്നെയാണ്? അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് പരിശോധിക്കാം. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഹെൽമറ്റ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ, അല്ലെങ്കിൽ ഹെൽമറ്റ് ഓർ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് ഡാഷ്. പിഴ ഒടുക്കി തീർക്കാവുന്ന കുറ്റം, ലൈസൻസ് അയോഗ്യത മാത്രം നൽകി തീർപ്പാക്കുന്ന കുറ്റം,
പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റം, നിർബന്ധ സാമൂഹ്യ സേവനത്തിനുള്ള കുറ്റം. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്. പിഴയും ഒടുക്കണം, ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമാണ്. മോട്ടോർ വാഹന നിയമം 1987 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവെത്ര? അപ്പോൾ മോട്ടോർ വാഹന നിയമം 1988 പ്രകാരം നമ്മളില്ലേ സെക്ഷൻ പ്രകാരം മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അയാളുടെ രക്തം പരിശോധിക്കുമ്പോൾ എത്ര ഉണ്ടാകണം? അതിൽ ഞാൻ ബാക്കി ഓപ്ഷൻ ഒന്നും ബാക്കിയില്ല. ഓപ്ഷൻ എ ആണ് ശരി. 100 മില്ലി രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ, 100 മില്ലി രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? അയാൾ കുറ്റക്കാരനാണ്. 185 പ്രകാരം കുറ്റക്കാരനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം. രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം എപ്പോഴൊക്കെ ഉപയോഗിക്കാം? അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഉപയോഗിക്കാം, അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കാൻ ഉപയോഗിക്കാം, സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആൻസർ 1ഉം 2ഉം ശരി എന്ന് മാത്രമാണ് ആൻസർ. 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി ആണ്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മോട്ടോർ വാഹന നിയമം 1987 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ് സമരിത്തൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുഡ് സമരിത്തൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നയാൾ, അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യാൻ സഹായിക്കുന്നയാൾ, അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നയാൾ. എല്ലാം ഗുഡ് സമരിത്തൻ തന്നെയാണ്. 1, 2, 3 ശരി ഉത്തരം തന്നെയാണ്. 1ഉം 2ഉം 3ഉം ശരി. അടുത്തത് മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ്. പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ ആരാണ്? ഇവിടെ ഓപ്ഷൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണോ, പോലീസ് സബ് ഇൻസ്പെക്ടർ ആണോ, എക്സൈസ് ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ? ഓപ്ഷൻ ബി ആണ്, പോലീസ് സബ് ഇൻസ്പെക്ടർ. 207 പ്രകാരം കുറ്റകരമായ വാഹനങ്ങൾ, ഓവർലോഡായ വാഹനങ്ങൾ തുടങ്ങിയവയൊക്കെ പോലീസിന് പിടിച്ചെടുക്കാം. 206 എന്ന് പറഞ്ഞാൽ രേഖകൾ പിടിച്ചെടുക്കാമെന്നാണ്. 207 വാഹനം പിടിച്ചെടുക്കാം, ഓർമ്മിക്കുക. ഇനി റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ. ഒരു മോട്ടോർ കാറിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? സ്പെയർ വീല് ഓർ പഞ്ചർ കിറ്റ്, ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, എയർ പമ്പ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം. ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റുമാണ് അല്ലേ? 2ഉം 3ഉമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റുമാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. താഴെ പറയുന്നവയിൽ പ്രതിപാദിച്ചവയിൽ ഏതുതരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണ് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? സ്പീഡ് ഗവർണർ നിർബന്ധമല്ലാത്തത് ഏതാണ്? ഫയർ ടെൻഡർ, ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, 80 km/മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. ഇതിൽ ഏതിനാണ് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല എന്ന് പറയുന്നത്? ഫയറിന് വേണ്ട, ആംബുലൻസിന് വേണ്ട, പോലീസിന് വേണ്ട. ഏതാണ്? 80 km/മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. അപ്പോൾ അതിനും എന്ത് വേണ്ട? സ്പീഡ് ഗവർണർ ആവശ്യമില്ല. അപ്പോൾ എന്താണ് ആൻസർ? എല്ലാമാണ് അല്ലേ? സ്പീഡ് ഗവർണർ ആവശ്യമില്ല, നിർബന്ധമില്ല. അടുത്തത് സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വാഹനം. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വാഹനം ഫയറാണോ, പെട്രോളിയം ടാങ്കറാണോ, ബിറ്റുമിൻ ടാങ്കറാണോ, CNG ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണോ? അത് പെട്രോളിയം ടാങ്കർ ട്രക്കാണ് സ്പാർക്ക് അറസ്റ്റർ. ഓക്കെ. അതുപോലെ ഫാസ്റ്റാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം. ഫാസ്റ്റാഗ് നിർബന്ധമായും വേണ്ടത് എക്സ്കവേറ്റർ ആണോ, 3 ചക്ര ഗുഡ്സ് വാഹനമാണോ, മോട്ടോർ ക്യാബാണോ, റോഡ് റോളറാണോ? ആൻസർ മോട്ടോർ ക്യാബാണ്. ആൻസർ മോട്ടോർ ക്യാബ്. അടുത്തത് 2 വരി പാതയിൽ വലത്തോട്ട് തിരിയാൻ ആഗ്രഹിക്കുന്ന മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ വലത്തോട്ട് തിരിയുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? വലത്തോട്ട് തിരിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഡ്രൈവ് ചെയ്യുക, റോഡിൻ്റെ മധ്യഭാഗത്തോട് ഡ്രൈവ് ചെയ്യണം, ഏറ്റവും വലത് ലൈനിന് അടുത്തായി ഡ്രൈവ് ചെയ്യുക, എതിർ ലൈനിലേക്ക് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അവിടെ ഏറ്റവും വലത് ലൈനിന് അടുത്ത് തന്നെ എന്ത് ചെയ്യണം? ഡ്രൈവ് ചെയ്യണം. വലത്തോട്ട് തിരിയണമെങ്കിൽ ഏറ്റവും വലത് ലൈനിൽ തന്നെയല്ലോ ഡ്രൈവ് ചെയ്യേണ്ടത്, അത് ഓർമ്മിക്കുക. അടുത്തത് ഒരു ഡ്രൈവർ തൻ്റെ വലതു കൈപ്പത്തി നീട്ടി എതിർ ഘടികാര ദിശ, ആൻറ്റി ക്ലോക്ക് വൈസ് എതിർ ഘടികാര ദിശയിൽ തിരിയുമ്പോൾ അയാൾ ഡാഷ് ആണെന്ന് സൂചിപ്പിക്കുന്നു. അയാൾ എങ്ങോട്ട് പോവുകയാണെന്ന് സൂചിപ്പിക്കുന്നു, അയാൾ ഇടത്തോട്ട് പോവുകയാണെന്ന് സൂചിപ്പിക്കുന്നു. മറക്കരുത്. അപ്പോൾ വലത് കൈ നീട്ടി, കണ്ടോ, വലത് കൈപ്പത്തി നീട്ടി ഒരു ഘടികാര ദിശയിൽ തിരിയുമ്പോൾ അയാൾ ഇടത്തോട്ട് തിരിയുക ആണെന്ന് ഓർമ്മിക്കുക, ഇടത്തോട്ട് തിരിയുകയാണെന്ന് ഓർമ്മിക്കുക.
വിഭാഗം എൻ മോട്ടോർ വാഹനത്തിൻ്റെ അർത്ഥം എന്താണ്? എൻ മോട്ടോർ വാഹനത്തിൻ്റെ അർത്ഥം യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രങ്ങളിലുള്ള മോട്ടോർ വാഹനങ്ങൾ, ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രമുള്ള മോട്ടോർ വാഹനം. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ചരക്ക് തന്നെയാണ് ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രങ്ങളുള്ള മോട്ടോർ വാഹനങ്ങളാണ് ഏത്? എൻ കാറ്റഗറി വാഹനം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സ്പീഡ് ഗവർണർ ആവശ്യമാണ്. ഏത് വാഹനങ്ങളിലാണ് സ്പീഡ് ഗവർണർ ആവശ്യം? നമുക്കറിയാലോ സ്പീഡ് ഗവർണർ എന്തിനാണ്? സ്പീഡ് ലിമിറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് എന്തായാലും പറ്റില്ല. പോലീസ് വാഹനമോ എമർജൻസി വാഹനമാണ് പറ്റില്ല. സ്റ്റേജ് വാഹനങ്ങൾ അത് ആവശ്യമുണ്ട്, ആംബുലൻസുകളിൽ ആവശ്യമില്ല. അപ്പോൾ സ്റ്റേജ് വാഹനങ്ങളിൽ എന്നാണ് ആൻസർ. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്ന് പഠിക്കുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് വാക്ക് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട്, നമ്മുടെ മൈ മെൻറ്ററിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞതിൻ്റെ വൈകിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും നിങ്ങൾ പഠിച്ചതിനപ്പുറം നമ്മൾ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് 1988 മോട്ടോർ വാഹന നിയമപ്രകാരം ഏത് വകുപ്പിലാണ് വേഗപരിധിയെക്കുറിച്ച് പരാമർശിക്കുന്നത്? നമുക്ക് ഈ വേഗപരിധി ഓരോ കോളമൊക്കെ ഉണ്ടാകും, എത്ര സ്പീഡ്, എത്ര, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ആ ഒരു സൈറ്റിനകത്ത് എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏത് വകുപ്പിലാണ് പറഞ്ഞത്? വകുപ്പ് 112 കേട്ടോ. 112 സ്പീഡിനെ പറ്റി പറഞ്ഞത് 112 ഓർമ്മിച്ചോണം. ഒരു വാണിജ്യ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? വാണിജ്യം എന്നത് ഹെവിയാണ്. ഹെവി നമുക്കറിയാം, സാധാരണ വാഹനത്തിനാണെങ്കിൽ 18 വയസ്സ്, ഹെവി ആണെങ്കിൽ 20 വയസ്സ് വേണം. ഇപ്പോൾ ഇവിടെ 20 ഉള്ള ഒരേ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ സി ആണ്. 20 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും വേണം. 20 വയസ്സ് മാത്രം പോരാ, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പരിചയവും ഉണ്ടെങ്കിൽ മാത്രമേ ഹെവി വെഹിക്കിൾ ലൈസൻസ് കിട്ടുള്ളൂ. ഇനി ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ലേണേഴ്സ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എത്ര ദിവസത്തേക്കാണ് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണെന്ന് ചോദിച്ചാൽ 6 മാസത്തേക്കാണ് വാലിഡിറ്റി. 6 മാസം ലേണേഴ്സ് ലൈസൻസ് 6 മാസം. വാഹനത്തിൻ്റെ മൊത്ത ഭാരത്തിന് മുകളിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ കുറ്റം സൂചിപ്പിക്കുന്ന വകുപ്പ്. വാഹനത്തിൻ്റെ മൊത്തം ഭാരത്തിന് മുകളിൽ വണ്ടി ഓടിച്ചാൽ 194 പ്രകാരം കുറ്റകരമാണ്. നമുക്കറിയാം, ആ മൊത്ത ഭാരത്തിൽ കൂടുതൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 20,000 രൂപ പിഴ, ഓരോ ടണ്ണിനും 2,000 രൂപ എക്സ്ട്രയും ഇറക്ക് കൂലിയും. അതുപോലെ തന്നെ തള്ളി നിന്നുകൊണ്ട് പോകുന്ന വാഹനങ്ങൾക്ക് 20,000 അതുപോലെ ഇറക്ക് കൂലി. നിർത്താതെ പോയി കഴിഞ്ഞാൽ 40,000 പിഴ. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? 194 പഠിച്ചോളുക. അടുത്തത്, എമർജൻസി ഡ്യൂട്ടി സമയത്ത് താഴെ പറഞ്ഞ ഏത് വാഹനത്തിലാണ് റോഡിൽ ആദ്യം മുൻഗണന നൽകുന്നത്? എമർജൻസി ഡ്യൂട്ടി സമയത്ത് ഈ താഴെ പറഞ്ഞ ഏത് വാഹനത്തിലാണ് റോഡിൽ ആദ്യം മുൻഗണന നൽകുന്നത്? അത് ഫയർ സർവീസാണ്. ഫയർ സർവീസിനാണ് ആദ്യം മുൻഗണന കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ആംബുലൻസ് അല്ല, ഫയർ സർവീസാണ്. അടുത്തത്, നിങ്ങൾ ഇൻഷുറൻസ് പുതുക്കുന്നതിന് മുൻപ് അത് കാലഹരണപ്പെട്ടാൽ നിങ്ങൾക്ക് നിയമപരമായ ഒരു വാഹനം എത്ര ദിവസം വരെ ഓടിക്കാം? അപ്പോൾ ഇൻഷുറൻസ് തീർന്നതിന് ശേഷം എത്ര ദിവസം വരെ ഓടിക്കാമെന്ന് ചോദിച്ചാൽ 1 ദിവസം പോലും ഓടിക്കാൻ സാധിക്കില്ല, 0 days. അത് ഓർമ്മിച്ചോണം. അതുപോലെ മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാഹനം തടഞ്ഞു വെക്കാൻ അനുവദിക്കുന്നത്? നമ്മളൊരിക്കൽ പഠിച്ചതാണിത്. 207 വകുപ്പ് 207 വാഹനം തടഞ്ഞു വെക്കുന്ന സെക്ഷൻ. ഫോം 22 സൂചിപ്പിക്കുന്നത് എന്താണ്? ഫോം 22 വിൽപ്പനയാണോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണോ, ഇൻഷുറൻസ് ആണോ, റോഡ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണോ? ആൻസർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഫോം 22 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അടുത്തത്, ഒരു മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി അപേക്ഷ നൽകേണ്ടത് ഏതിൽ നൽകണമെന്നാണ്? വാഹനത്തിൻ്റെ രജിസ്ട്രേഷനായി ഒരു അപേക്ഷ നൽകേണ്ടത് അത് 20 അല്ലേ? നമ്മളിവിടെ കണ്ടോ 22 പറയുന്നത് എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ രജിസ്ട്രേഷനായി അപേക്ഷ 20 അറിയുക. അടുത്തത്, റൂൾ 104 പ്രകാരം വാഹനത്തിൻ്റെ മുൻവശത്തെ റിഫ്ലക്ടറുകളുടെയും റിട്രോ റിഫ്ലക്റ്റീവ് ടേപ്പുകളുടെയും നിറം എന്തായിരിക്കണം? റൂൾ 104 അനുസരിച്ച് വാഹനത്തിൻ്റെ മുൻവശത്തെ റിഫ്ലക്ടറുകളുടെയും റിട്രോ റിഫ്ലക്റ്റീവ് ടേപ്പുകളുടെയും നിറം എന്തായിരിക്കണം? അത് വെള്ള നിറമായിരിക്കണം. കാണണ്ടേ? വെള്ള നിറമായിരിക്കണം. അതുപോലെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് എന്തായിരിക്കണം? പ്രധാനമന്ത്രിയുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് വെള്ള നിറം തന്നെയാണ്. അതുപോലെ മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. വീണ്ടും വന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 7.5 ടണ്ണിൽ കൂടാത്ത GVW ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്നാണ്. GVW എന്ന് പറഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് ഉള്ള 4 ചക്ര വാഹനങ്ങൾക്ക് ആവശ്യമായ റിട്രോ പ്രതിബിംബ ത്രികോണങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ GVW വാഹനങ്ങൾക്ക് ആവശ്യമായ പ്രതിബിംബങ്ങൾ ഒരെണ്ണമാണ്. ആൻസർ എ ആണ് ആൻസർ.
സ്റ്റോപ്പും ഗീവ് വേ ഒഴികെയുള്ള നിർബന്ധിത ട്രാഫിക് ചിഹ്നത്തിൻ്റെ ആകൃതി എന്താണ്? സ്റ്റോപ്പും ഗീവ് വേ ഒഴികെയുള്ള നിർബന്ധിത ട്രാഫിക് ചിഹ്നങ്ങളുടെ ആകൃതി അത് വൃത്താകൃതിയാണ് ആൻസർ. എന്താണ്? വൃത്താകൃതി. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകൾ. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങളെല്ലാം സ്വകാര്യ വാഹനങ്ങളാണ്. ഒരു സ്വകാര്യ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട രേഖകളെല്ലാം ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഇൻഷുറൻസ് വേണം, ടാക്സ് ടോക്കൺ വേണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണം, മലിനീകരണ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇവയെല്ലാം ആവശ്യമാണെന്ന് അറിയുക. ഇതൊക്കെയാണ് ഒരു നോൺ ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങൾക്ക് ആവശ്യമായതെന്ന് അറിയുക. അടുത്തത്, ഡിവൈഡിംഗ് മീഡിയനോട് കൂടിയ 6 വരി പാതയിൽ സാധാരണ ഡ്രൈവിങ്ങിന് ഏതു പാതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ 6 വരിയായാലും ഏതായാലും സാധാരണ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡായിട്ടുള്ള പാത തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടെ നോക്കി എന്താണ് ആൻസർ? ഇടതുവശത്തെ പാത. അടുത്തത്, മോട്ടോർ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏത് ഫോമിലാണ്? ഫോം 51 പഠിച്ചോണം. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് 51 അറിയുക. 51. എല്ലാ മോട്ടോർ വാഹനങ്ങളും കവർ ചെയ്യണം. എന്ത് കവർ ചെയ്യണം? എല്ലാ മോട്ടോർ വാഹനങ്ങളും നിർബന്ധമായും കവർ ചെയ്യേണ്ടതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായും കവർ ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അതായത് 1988 മോട്ടോർ വാഹന നിയമം സെക്ഷൻ 113 അനുസരിച്ച് ഡ്രൈവർ വാഹനം ഓടിക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് എപ്പോഴാണ് വാഹനം ഓടിക്കരുത്? 1. മദ്യം കഴിച്ച ശേഷം, വേഗപരിധിയിൽ കവിഞ്ഞ്, ചുമക്കാൻ അനുവദനീയമായ ഭാരത്തിൽ കവിഞ്ഞ്, ഒരു വഴിയിലൂടെ. അപ്പോൾ 113 പറഞ്ഞത് ഓപ്ഷൻ സി ആണ്, ചുമക്കാൻ അനുവദനീയമായ ഭാരത്തിൽ കവിഞ്ഞ്. അപ്പോൾ ഓവർലോഡിനെ കുറിച്ചാണ് 113 പറയുന്നത്. താഴെ പറയുന്ന റോഡ് അതായത് ഈ സിമ്പൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ സിമ്പിൾ നമുക്ക് എപ്പോഴും അറിയാം കേട്ടോ. വലത്തോട്ടല്ലേ കാണിച്ചിട്ടുണ്ടോ? വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. വലത്തോട്ട് തിരിയാൻ അനുവാദമുണ്ട്. നിർബന്ധമായും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. നിർബന്ധമായും വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ പറയുന്നത് നിർബന്ധമായും വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക. കൺഫ്യൂഷൻ ആകരുത്. നിർബന്ധമായും വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക. അടുത്തതിലേക്ക് പോകാം. ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. എത്ര സമയത്തിനുള്ളിൽ? ഏറ്റവും അടുത്തുള്ള സമയത്ത് തന്നെയാണ്. അപ്പോൾ അത് 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസത്തിന് മുമ്പ് അറിയിച്ചിരിക്കണം. അപ്പോൾ ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിച്ചിരിക്കണം. ഒരു അപകടം മൂലം മൂന്നാം കക്ഷിയുടെ ഏതെങ്കിലും വസ്തുതകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അപകടം സംഭവിക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. 24 മണിക്കൂറിനുള്ളിൽ RTOയിൽ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. 48 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള. അപ്പോൾ 24 സി തന്നെയാണ് ആൻസർ. എന്താണ്? 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. 2 ക്വസ്റ്റ്യൻ വന്നു, തുടരായിട്ട് വന്നു. അടുത്തത്, വാഹനാപകടത്തിൽപ്പെട്ട ഒരാൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മുൻപ് ഫയൽ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ആൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മുമ്പ് ഫയൽ ചെയ്യേണ്ടത് എന്താണ്? പോലീസ് റിപ്പോർട്ടാണോ? വാഹനത്തിൻ്റെ ഉടമയാണ് അപകടം ഉണ്ടാക്കിയതെന്നോ? അല്ലെങ്കിൽ അപകട സ്ഥലത്തിന് അടുത്തുള്ള കോടതി എന്നാണോ? മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണലാണോ? അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ആരാണ് ഇതിൽ ചെയ്യേണ്ടത്? ഫയൽ ചെയ്യേണ്ടത് ആരാണ്? പോലീസാണോ? വാഹനത്തിൻ്റെ ഉടമയാണോ? അപകടം ഉണ്ടാക്കിയ ആളാണോ? ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ്? മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണലാണ്. അതുപോലെ ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാന സർക്കാർ അധികാരികൾ പരിശോധിക്കുന്നതിനായി എടുത്ത അപകടത്തിൽപ്പെട്ട വാഹനം എത്ര സമയത്തിനുള്ളിൽ തിരികെ നൽകണം? അത് 24 മണിക്കൂറിനുള്ളിൽ തിരികെ നൽകണം. അടുത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ ഇരുചക്ര മോട്ടോർ സൈക്കിളുകളുടെ പരമാവധി വേഗത എത്ര? അത് പരമാവധി വേഗത 60 km/h ആണ്. 60 km/h ആണ്. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഉയരം എത്രയിൽ കവിയാൻ പാടില്ല? ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഉയരം എത്രയിൽ കവിയാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ആൻസർ 4.75 മീറ്റർ. ഇതാണ് 4.75 മീറ്റർ. അപ്പോൾ നമ്മളിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ? നമ്മളിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് പരമാവധി മാക്സിമം ഞാൻ പറയുന്ന ഒരു 10ഓളം ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കിട്ടിയതിന് ശേഷം ഇത് നന്നായിട്ട് പഠിക്കുക, ഇതിൻ്റെ കണ്ടൻറ്റും കൂടെ പഠിക്കുക കേട്ടോ. നമ്മുടെ ലിമിറ്റിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.